നമസ്തേ. നമസ്തേ. കേരളത്തിലെ പുരാതനമായ ആയോധന കല കളരിപ്പയറ്റ് അത് ലോകമെമ്പാടും എത്തിച്ച കടുത്തുരുത്തി CVN കളരിയിൽ ലൈറ്റിയുടെ ഇൻ്റർമീഡിയറ്റ് ടീം വീണ്ടും വന്നിരിക്കുകയാണ്. നമസ്തേ സാർ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. ഓക്കെ. താങ്കൾ ഒരു പിന്നെ ആയുർവേദ ഡോക്ടറാണ്, തിരുമ്പ് ചികിത്സകനാണ്, ഒപ്പം കളരി അധ്യാപകനാണ്. ഏറെ പ്രശസ്തനായ വാസുദേവ ഗുരുക്കളുടെ മകനായ ഡോക്ടർ ഷാജി വാസുദേവ ഗുരുക്കളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരിക്കൽ കൂടി സ്വാഗതം. ശരിക്കും ഈ CVN കളരി ലോകമെമ്പാടും പ്രശസ്തമാണ്. CVN കളരി കടുത്തുരുത്തി. അപ്പം അത് എന്താണ്, അങ്ങനെ അച്ഛൻ്റെ ഒരു വരദാനമാണോ, എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി? CVN CV നാരായണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലിനേജിലുള്ള ധാരാളം കളരികളുണ്ട്. അപ്പോൾ കടുത്തുരുത്തി കളരി പ്രശസ്തമാകാൻ കാരണം, ഒരു കളരി പ്രശസ്തമാകാൻ കാരണം അതിൻ്റെ ഗുരു, അതല്ലെങ്കിൽ അതൊരു വൈദ്യനും കൂടിയാണല്ലോ. കളരി ചികിത്സയുണ്ട്, ആ വൈദ്യൻ്റെ അറിവ് എല്ലാമാണ്. അതുകൂടാതെ 1982 BBC ലോകത്തെമ്പാടുമുള്ള ആയോധന കലകളിൽ നിന്ന് 9 ആയോധന കലകൾ തിരഞ്ഞെടുക്കുകയും ആ 9 ആയോധന കലകളിൽ നിന്ന് കളരിപ്പയറ്റിനെ തിരഞ്ഞെടുത്തപ്പോൾ കളരിപ്പയറ്റിൽ നിന്ന് കടുത്തുരുത്തി കളരിയെയും വളപ്പിൽ കരുണൻ ഗുരുക്കളുടെ കളരിയെയുമാണ് തിരഞ്ഞെടുത്തത്. വളപ്പിൽ കരുണൻ ഗുരുക്കൾ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ്, അമ്മായിയച്ഛൻ. അത് പിന്നീട് ആയ കഥയാണ്. ഇതാണ് ആക്ച്വലി അന്നത്തെ സൺഡേ സപ്ലിമെൻറ്റിൽ വന്ന കളരിപ്പയറ്റ് BBC എന്ന് പറയുന്ന മനോരമയിൽ വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് പിന്നീട് ഒരു ടേൺ ഓവർ ഉണ്ടായിക്കൊണ്ട് വന്നത്. പിന്നീട് ഇറ്റലിയിൽ നടന്ന യോഗ ഫെഡറേഷൻ്റെ 25ാം വാർഷികത്തിൽ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 2 അതിഥികൾ, ഒന്ന് ഞാനും എൻ്റെ പിതാവുമായിരുന്നു ഭാഗ്യവശാൽ ഗുരുത്വമാണ്. അതിനുശേഷം യൂറോപ്പിലെമ്പാടും അതുപോലെ ചൈനയിൽ നിന്നും മറ്റൊക്കെയുള്ള മാർഷൽ ആർട്ട് എക്സ്പേർട്സും അവരും ഇവരുമൊക്കെ ഇവിടെ വന്നു. അതിനുശേഷം ഇവിടുത്തെ കുട്ടികൾ യൂറോപ്പിലെ മിക്ക നഗരങ്ങളുടെയും തലസ്ഥാന നഗരികളിൽ കളരികൾ നടത്തുന്നുണ്ട്, ചികിത്സ നടത്തുന്നുണ്ട്. ചികിത്സ മീൻസ് തിരുമ്പ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വേൾഡ് ഓവർ സ്പ്രെഡ് ചെയ്യാൻ ഇവിടുത്തെ ശിഷ്യന്മാരും കാരണക്കാരണം. പിന്നെ കൂടാതെ ഫ്രാൻസിൽ നടക്കുന്ന, എല്ലാ വർഷവും നടക്കുന്ന മാർഷൽ ആർട്ട് ഫെസ്റ്റിവലിൽ ആദ്യം അവർ കളരിയെ തള്ളിക്കൊണ്ടിരുന്നു, ഇതൊരു ഡാൻസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് ഇവിടുത്തെ 2 ശിഷ്യന്മാർ അവിടെ പെർഫോം ചെയ്ത് കാണിച്ചു. പാലയിൽ ബിനോയ്, മനോജ് കുട്ടൻ, ഷൈൻ തറപ്പേൽ എന്നിവർ. അതിൽ പിന്നെ അവർ മാർഷൽ ആർട്ടിനെ ആയിട്ട് കളരിയെ അംഗീകരിക്കുകയും അത് എല്ലാ വർഷവും കളരിപ്പയറ്റിൻ്റെ പ്രദർശനം അവിടെ പല കളരികളിലും നടത്തുന്നുമുണ്ട്. ഫസ്റ്റ് അവിടെ എൻട്രി കിട്ടിയത് നമുക്ക്. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. വൈകിട്ടാണ് ക്ലാസ്. ഇവിടെ തികഞ്ഞില്ലെങ്കിൽ വേറൊരു ഹോളുണ്ട് മുകളിൽ, അത് 2 ഇവിടെയും ഹോളുമായിട്ട് എടുക്കും. ഒരു 120ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി വരുന്നത് 50 പേരുണ്ടാവും. പിന്നെ കൂടാതെ ഗുരുകുലം ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നോ ദൂരത്തു നിന്നോ വരുന്ന, വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ ഒക്കെ അവിടെ താമസിച്ചിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചു. എനിക്ക് അവിടുത്തെ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു പച്ചപ്പിൻ്റെ ലോകത്തേക്ക് ആ ഒരു ആംബിയൻസിൽ താമസിച്ച് സ്വന്തം വീട്ടിലെ ഭക്ഷണം തന്നെ അവർക്ക് കൊടുത്ത് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ മനസ്സിലേക്ക് വന്നു? ആദ്യം ഒരു പിന്നെ പഴയ നമ്മുടെ അറയുന്നരയുള്ളൊരു വീടായിരുന്നു. പിന്നീട് അച്ഛനത് വാർക്ക് വീടാക്കി അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഗുരുകുലമാക്കാൻ ആലോചിച്ചപ്പോൾ ഇപ്പോൾ വേറൊരു വീട് പണിതു. ആ വേറൊരു വീടും ഇതും ഗുരുകുലം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 5 മുറിയുണ്ട് പഴയ അച്ഛൻ്റെ. അതിൽ താമസിക്കാം അവർക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റിനും സർപ്പക്കാവ്, കുളം, പഴയ 300 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഇവിടെ നാട്ടുരാജാവായിരുന്ന വടക്കൻകൂർ രാജാവിൻ്റെ ആസ്ഥാനമാണല്ലോ ഇത്. അവരുടെ വടക്കു നിന്ന് വന്ന വൈദ്യന്മാരുടെ വീട്, ആയോധന പടുക്കളായ കളരി ഗുരുക്കന്മാരുടെ വീട് ഒക്കെ ആ കാട്ടിനകത്ത് തന്നെയുണ്ട്. അമ്പലത്തിൻ്റെ ചരിത്രം പേറുന്ന സ്ഥലമാണ്. അപ്പം അത് മുഴുവൻ വനവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്.
ഞങ്ങളുടെ വീട് നിൽക്കുന്നത് വനവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്, അതിൻ്റെ പുറത്ത് വീണ്ടും വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ 2 ഗ്രീൻ ബെൽറ്റിനകത്താണ് ഈ ഗുരുകുലം നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഇത്. ഈ എന്താ പറയുക, നഗരത്തിൻ്റെ ഈ സിമൻറ്റ് ഫോറസ്റ്റ് അല്ലെ സിമൻറ്റ് ജംഗിൾ എന്ന് പറയുന്നതിനകത്ത് നിന്ന് ഈ ഇതുപോലുള്ള സിമൻറ്റ് വനത്തിനകത്ത് നിന്ന് ഇതുപോലുള്ളൊരു പച്ചപ്പിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. അവർ വന്ന് പഠിക്കുകയും ഗവേഷണം നടത്തുകയും കളരി ഗവേഷണം നടത്തുകയും ചെയ്യുന്നവരുണ്ട്, രോഗികളുണ്ട്, വെറുതെ റിലാക്സേഷന് വേണ്ടിയിട്ട് വന്ന് താമസിച്ച്. ശരിക്കും ഒരു വല്ലാതെ നല്ലൊരു മൈൻഡ് നമുക്കുണ്ടാവും അവിടെ വരുമ്പോൾ തന്നെ. അതെ, പിന്നെ 3-4 പേരിൽ കൂടുതൽ നമ്മൾ ചെയ്യാറില്ല. അത് ഞാനും കൂടിയാണ് തിരുമുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കളരിയുമായി ബന്ധപ്പെട്ട താങ്കൾ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. പീരിയോഡിക് സിനിമയാണ്. ശരി, ആ കഥ മുഴുവൻ എഴുതി കഴിഞ്ഞു. കളരിപ്പയറ്റ് എന്താണെന്നുള്ളത് ഒരിക്കലും ഇതുവരെ എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫൈറ്റിംഗ് സിസ്റ്റം, അതായത് വെറും വാളും പരിചയമുള്ള വെട്ടു ഇപ്പോഴത്തെ പ്രസക്തമാണോ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഫൈറ്റിംഗ് സിസ്റ്റം വെറും കൈകൊണ്ട് ചെയ്യുന്നത്, കരാട്ടെ, കുങ്ഫു അതുപോലെ ഇത്യാദി സാധനങ്ങളെല്ലാം വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. നല്ല ആർട്ടുകളാണ് എല്ലാം നല്ല ആർട്ടുകളാണ്. എല്ലാ ആർട്ടുകളെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അച്ഛൻ്റെ നല്ല നല്ല കൂട്ടുകാരെല്ലാം വിദേശത്തുള്ള കുങ്ഫു മാസ്റ്റേഴ്സ് അടക്കം, ഇവിടെയുള്ള കരാട്ടെ മാസ്റ്റേഴ്സ്, ഗുസ്തി മാസ്റ്റേഴ്സ് അടക്കം എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. ബട്ട് കളരിപ്പയറ്റിൻ്റെ ഫിലിം ഇറങ്ങിയതിൽ ഒന്നും തന്നെ ഇതുവരെ യഥാർത്ഥ കളരിപ്പയറ്റ് എന്താണെന്ന് കാണിച്ചിട്ടില്ല. ആ സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിൽ മാത്രമുള്ളതാണ്. ലോകപ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഒരു ലെജൻഡായ മകന് മാത്രമേ. അങ്ങനെയൊന്നുമില്ല സാർ, അങ്ങനെയൊന്നുമില്ല. അത് ജനറ്റിക് ഓർഡറിൽ ഉണ്ടാവാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജനറ്റിക് ഓർഡറിൽ അത് കഴിവുകളുണ്ട്. ഇപ്പം എൻ്റെ മകൻ സൂര്യദേവകിരൺ പിന്നെ ജനറ്റിക് ഓർഡറിൽ അവർ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സ്പോർട്സിലും വിൻ ചെയ്യുന്നു, അതുപോലെ കളരിപ്പയറ്റിൽ. അപ്പോൾ പിന്നെ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വൈഫിൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ല വളപ്പിൽ കരുണഗുരു. അപ്പം 2 ലിനേജിലും അവനിലേക്ക് ഇത് വന്നിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മധു മരിച്ചുപോയി, പുത്രി വൈഷ്ണവി മധു, ഇപ്പോൾ കാനഡയിലാണ്, അവൾക്ക് കളരിപ്പയറ്റ് അറിയാം. ചേച്ചി മിനിയുടെ പുത്രൻ ചന്തു എന്ന് അവൻ്റെ പേര് തന്നെ, ശരി, അച്ഛനിട്ട പേരാ ചന്തു. അപ്പോൾ ചന്തു കളരി നടത്തും, വടക്കമ്പാട്ടിലെ വീരനായകൻ ചന്തു ഉണ്ട്. ഡോക്ടർ പാർവതി ആയുർവേദ ഡോക്ടറാണ്, എൻ്റെ പെങ്ങളുടെ മകൾ. കാരണം ഇപ്പോഴത്തെ ഈ തലമുറ, താങ്കളുടെ തലമുറ, അച്ഛൻ്റെ തലമുറ താങ്കൾ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു, അല്ല താങ്കളുടെ സഹോദരങ്ങൾ കാത്തു സൂക്ഷിച്ചു, താങ്കളുടെ തലമുറയും അല്ലെങ്കിൽ അച്ചേട്ടൻ്റെ തലമുറയും ഒക്കെ, ആ മക്കളും ഒക്കെ ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സാർ. കാര്യം ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർ ഇങ്ങനെ പറന്നു നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിലുപരി അതെൻ്റെ കുടുംബത്തിലെ ഒരു പിന്നെ ആ ലിനേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതിലുപരി ഈ അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെയുള്ള ശിഷ്യന്മാരാണ് ഈ കളരിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ആ കളരി വെറും ഒരു സ്തംഭം മാത്രമാണ്. അതിൽ സ്റ്റുഡൻസ് അതിൽ ശിഷ്യന്മാരായി വരിക, ആദ്യം വിദ്യാർത്ഥി, പിന്നെ ശിഷ്യൻ, പിന്നെ ഭക്തൻ, പിന്നെ ഗുരുവായി മാറിയ എത്രയോ പേരുണ്ട്. അവരാണ് ഈ കളരിയെ പ്രശസ്തമാക്കുന്നത്. ശരി, അവർ കൂടിയാണ്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില ആയോധന ശൈലികളൊക്കെ കാണണം. പിന്നെ പേഷ്യൻസ് ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് താങ്കളെ. അപ്പം നടക്കട്ടെ കാര്യങ്ങൾ, ഞാനൊന്ന് എല്ലാം നോക്കിയൊന്ന് കാണട്ടെ. ശരി, താങ്ക് യു. അപ്പോൾ നമുക്ക് മുറകളൊക്കെ ഒന്ന് കാണട്ടെ. മുറകളൊക്കെ ചെറുതായിട്ട് കാണാം. ശരി, അവരുടെ ഇത് അവർ വാമപ്പ് ചെയ്യാം, വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മുറകളൊക്കെ കാണിക്കാം. നമ്മളിവിടെ സ്ത്രീ സുരക്ഷയ്ക്കും യുവാക്കളുടെ സുരക്ഷയ്ക്കും കുട്ടികളുടെ സുരക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൂടാതെ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ മാറ്റാൻ, അവരുടെ വ്യക്തിത്വ വികസനത്തിനുള്ള പാത തെളിച്ചാൻ അങ്ങനെ എല്ലാ കളരികളും ശ്രമിക്കുന്നുണ്ട്. എല്ലാ ആയോധനകലകളിലും അതുണ്ട്. ഇവിടെ പ്രത്യേകമായി അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇവിടെയും ഗുരുകുലത്തിലും എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം കാണിക്കാം. നമ്മുടെ സാധാരണ കമ്പും കൈയും എന്ന് പറയുന്നതിൽ ഉപയോഗിക്കുന്നതാണ്, പോലീസുകാരുടെ ലാത്തി പോലുള്ളൊരു സാധനമാണ്. അപ്പോൾ നിൻ്റെ കയ്യിൽ ഈ വടി കാണുമോ? ഇല്ല. അപ്പോൾ എന്ത് കാണും? ബാഗ് കാണും, അല്ലേ? അങ്ങനെ പിടിച്ചാൽ മതി. കഴുത്തിനാണ് വെട്ട് വരുന്നത്, ഇവിടെയാണ് വെട്ട് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലേക്ക് ആവാഹിക്കപ്പെടുന്നത്, വെറും കൈയായിട്ട് ആവാഹിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വെരി ഗുഡ്. ആ സ്പീഡാണ്. ഇതിൻ്റെ സ്പീഡ് വരുന്നത് കടാരിയിൽ നിന്നാണ്. മുച്ചാണ്ട സ്പീഡ് വരുന്നത് ഇങ്ങനെ കണ്ടോ. ഈ സ്പീഡെല്ലാം കൈക്ക് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇടിച്ചും
ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ മുതലച്ചാട്ടം ചാടിയും മുച്ചാൻ പയറ്റിയും കടാരി പയറ്റിയും വാള് പയറ്റിയാണ് ഈ സ്പീഡ് വരുന്നത്. ഇവിടെ ഇത് ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ അമ്മ, എൻ്റെ ഭാര്യ, ഇതൊക്കെ ശിഷ്യന്മാർ. അപ്പോൾ ഗുരുകുലത്തിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഇവിടെ തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. രോഗികൾക്കാണെങ്കിലും ഇവിടെ വന്ന് കഴിക്കാം, അതല്ലെങ്കിൽ അവിടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ്. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, സ്റ്റാർച്ച് ഒക്കെ അടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലുള്ള എല്ലാം പിന്നെ ആ ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് 6 മാസമായ ആളാണിത്. ഹൗ മെനി 6 months. She's like family member. 6 months. So you're from Mumbai, right? I am. She's from Mumbai. Experience over here. My experience has been really good. I came here with an intention to stay for 1 month, and it's been 6 months now. I'm leaving next month with a very heavy heart, but I'll keep coming back. Definitely, she will come back.